ഹായ്, മായമല്ലേ? അതെ. എന്നെ മനസ്സിലായില്ലേ? ഹായ്, മനസ്സിലായില്ലേ എന്നെ? അതിരയുടെ അമ്മ. ആ, അതെ. അതിരയുടെ ലവറാണ്. മനസ്സിലായി? അവള് പറഞ്ഞില്ലേ എന്നെ പറ്റിട്ട്? അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാ ഞാൻ വന്നേ. എന്താ അമ്മ അങ്ങനെ ഡൗൺ ആയിട്ട് ഇരിക്കണേ? അമ്മ എന്താ അമ്മ? അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? എന്താ കാര്യം? പുറത്തേക്ക് നിൽക്കുക, ഞാൻ അങ്ങോട്ട് വരാം. അമ്മ ഇവിടുന്ന് പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും. അമ്മ പറ. അതെ, ഞാൻ അവളെ കിട്ടുള്ളൂ. അവളെ എനിക്ക് വേണം. അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ബ്രോ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയോളൂ ബ്രോ. എന്താണെന്നോ മിണ്ടാണ്ടിരിക്കണേ? ഇപ്പോ എങ്ങോട്ട് പോണ്? ചെല്ല. എങ്ങോട്ടും പോവില്ല. എന്താ തള്ള എങ്ങനെ നോക്കുന്നത്? എന്താ ഇങ്ങനെ നോക്കുന്നത്? അവളെ എന്റെ പെണ്ണാണ്. അവളെ ഞാൻ കിട്ടും. അവളെ എന്റെതാ. അവളെ വീട്ടില് കുട്ടി ഇങ്ങനെ കാക്കണ്ട. അവളെ എന്റെതാണ്. അവളെ എനിക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിലേ എല്ലാത്തിനും കൂടെ അടിച്ച് പൊളിക്കും ഞാൻ. നീ ഒന്നും ചെയ്യില്ല. നീ എന്താ ചെയ്യുന്നത്? കാണിച്ചു തരാം ഞാൻ. അവൾ എന്റെ മോളാണെങ്കിലേ നീ ഒന്നും ചെയ്യില്ല. നീ ചെയ്തതിനൊക്കെ ഞാൻ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അവളെ. താനൊന്നും ചെയ്യില്ലടോ. അവൾ എന്റെ പെണ്ണാണ്. അവള് ഞാൻ പറയുന്നതിനനുസരിച്ച് നിൽക്കുള്ളൂ. അവളെ ഫോണും വാങ്ങിച്ചു വെച്ചിട്ട് എന്നോട് ഒരുമാതിരി മറ്റെല്ലാം പരിപാടി കാണിക്കാവുന്നതാണല്ലോ. കൊത്തിക്ക് കീറിക്കാൻ ഞാൻ. നീ കീറുന്നറിയാം. ആ കീറുന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് നിന്റെ അടുത്ത് ഞാൻ എന്റെ മോളെ മാറ്റിയത്. എന്താടാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ? തള്ളെ കൊത്തി കീറിക്കളയാൻ ഞാൻ. നീ ഒന്നും ചെയ്യില്ല. എന്നാ ഞാൻ ചെയ്യാന്ന് കാണിച്ചു തരാടി. ആടാ, നീ കാണിച്ചതാ. നീ ചെല്ല്, പോവാൻ നോക്ക്. പോവില്ല. അവളെ എന്റെ പോവില്ല. അവളെ എന്റെ മോളാണെങ്കിൽ നിനക്ക് അവളെ കിട്ടില്ല. കിട്ടും. അവളെ എന്റെ പെണ്ണാണ്. അവളെ ഞാൻ കിട്ടും. നിന്റെ പെണ്ണാണെന്നല്ലേ ഉള്ളൂ. 25 കൊല്ലായിട്ട് ഞാനാണ് അവളെ നോക്കുന്നത്. നീ കൊടുത്തതും കൊണ്ടതും എല്ലാം അവളുടെ അടുത്തുണ്ട്. അവൾക്ക് പോലീസിനെ ഒരു മാങ്ങാത്തിനെ വിളിക്കില്ല. നീ എന്താ ചെയ്യാ? മാറി നിൽക്ക്, ഞാൻ സംസാരിച്ചോളാം. എന്താ നിന്റെ പ്രോബ്ലം? എന്താ നിനക്ക് വേണ്ടത്? അമ്മ പറ. ഇങ്ങനെ വഴിക്കുവാ. പറമ്മ. എന്താ വേണ്ടത്? നീ പറ. എനിക്ക് അവളെ പ്രശ്നം. അവളെ വീട്ടിൽ നിന്ന് വിട്. അവളെ കാണാഞ്ഞിട്ട് എനിക്ക് ഉറക്കം കിട്ടണില്ല. അവളെ എനിക്ക് വേണമ്മ. നിനക്ക് എത്ര കൊല്ലത്തെ പരിചയ എന്റെ മോളെ? ഇതാ 2 ആഴ്ചയായി. 2 ആഴ്ച അല്ലേ? 25 കൊല്ലായി ഞാൻ എന്നെ കണ്ണേ കരടെന്ന് പറഞ്ഞ എന്റെ മോളെ വളർത്തുന്നു. നിനക്കുള്ളതിനേക്കാൾ ഇരട്ടി എനിക്ക് വേദന ഉണ്ടാവും നിന്റെ പാതയിലൂടെ എന്റെ മോള് നടന്നാല്. എന്റെ പാതയ്ക്ക് എന്താണമ്മ? ഒരു കുഴപ്പമില്ല. നീ ഇങ്ങനെ തന്നെ പോയി പെട്ടെന്ന് നശിച്ച് പോണം, അത്രേ ഉള്ളൂ. നിന്നെ പോലെ ഒരു പെണ്ണ് ഇരിക്കാൻ പാടില്ല. ഞാൻ തള്ള തന്നെയാടാ. ഞാൻ 10-25 വയസ്സായ ഒരു മോളുടെ തള്ള തന്നെയാണ്. ആ തള്ളയുടെ വേദനയാടാ പറയുന്നത്. ആ മിണ്ടില്ലടാ. നീ പറയടാ. നീ പറ. നീ എന്താണ് ആദ്യം എന്റെ മോൾക്ക് കൊടുത്തത്? എന്റെ മോള് നിന്നോടേ സാധാ ഒരു ജ്യൂസാ ചോദിച്ചത്. പകരം നീ കൊടുത്തത് എന്താ? കണ്ണി കണ്ട മയക്കുമരുന്നിട്ട് ജ്യൂസ് അല്ലേ? നീയാടാ കൊടുത്തത്. നീ തന്നെ കൊടുത്തത്. പിന്നെ നീ ചോക്ലേറ്റ് കൊടുത്തു, ഐസ്ക്രീം കൊടുത്തു. പിന്നെ എന്റെ മോൾക്ക് അത് വേണമെന്നായി. മോളാണ് ഇതെല്ലാം ചെയ്തത്. അതേടാ, എന്റെ മോള് തന്നെയാ ചെയ്തത്. എന്റെ മോള് നിന്നെ വിശ്വസിച്ചു പോയി. അതാ എന്റെ മോള് ചെയ്ത തെറ്റ്. അവളെല്ലാം എന്നോട് എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അതെ, എന്റെ മോൾ അങ്ങനത്തെ. പക്ഷെ ഇന്ന് എന്റെ മോള് നിന്നെ വിളിക്കുന്നില്ലല്ലോ. അത് തള്ളേ നീ കാരണായിരിക്കും. അങ്ങനെ തന്നെയാണ്. ഞാൻ എന്റെ മോളെ പെറ്റു വളർത്തിയ തള്ളയാടാ. എനിക്ക് എന്റെ മോളെ നോക്കാനും അവളെ നല്ല രീതിക്ക് നടത്താനുള്ള കഴിവുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട്. നിന്റെ പോലെ ഒന്നും നടക്കില്ല. ഒരു ചുക്കും നടക്കില്ല. അവളെ തള്ളയാണ് ഞാനെച്ചെങ്കില് ഒന്നും നടക്കില്ല. ഒരു കോപ്പും ചെയ്യില്ല മോളെ. നീ ഒരു കോപ്പും ചെയ്യില്ലടാ. ഈ വിവേകം എന്താന്നുള്ളത് തന്നെ കാണിച്ചിട്ട് തന്നെയാണ് ഞാൻ പോളൂ. നീ കൊറേ ഉണ്ടാക്കും. അത് എന്റെ വീട്ടിലല്ല, കണ്ണി കണ്ട ശവമാടത്തില്. കാരണം നീയൊന്നും അത്രക്കാരില്ലടാ. അവളെ എന്റെ കൂടെ അവളെയും കൊണ്ട് ഞാൻ പോടി.
തോന്നല് മാത്രടാ. ഇന്ന് എന്റെ മോളെ നിനക്ക് കിട്ടിയാലല്ലേ കിട്ടിയാലല്ലേ നീ ഒന്ന് ഉണ്ടാക്കുന്നാല് നിന്റെ കുടുംബത്തെ പഠിച്ചതാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ മോളല്ല, നിന്റെ ഒരു കുടുക്കില് എന്റെ കുഞ്ഞു പെട്ടുപോയി. പക്ഷെ എന്റെ കുഞ്ഞിന് ഞാൻ പാല് കൊടുത്ത് വളർത്തിയിട്ടുള്ള സ്നേഹം കൊണ്ട് എന്റെ മോളെല്ലാം എന്നോട് പറഞ്ഞു. എനിക്കതിന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്റെ മോള് സമാധാനത്തിലാ, ഒരു കുഴപ്പമില്ല. അവൾക്ക് ഞാനില്ലാതെ ഒരു സമാധാനവും കിട്ടൂല. അത് നിന്റെ തോന്നലടാ. എന്താടി തൊള്ള നീ ഇങ്ങനെ ചലച്ചോണ്ടിരിക്കണേ? മോളെ വീട്ടില് പൂട്ടിയിട്ടിട്ടല്ലടി ഇമ്മാതിരി. ഞാൻ എന്റെ മോളെ പൂട്ടിയിട്ട് അവളായിട്ട് ഞാൻ പലപ്പോഴായിട്ട് പലതും ചെയ്തിട്ടുണ്ട്. അതിന് ഒന്ന് കുളിച്ചാ തീരാവുന്ന കേസ് എന്റെ മോൾക്ക് ഇപ്പൊ അതുള്ളൂ. നീ ചെല്ലു മോനെ, നീ നിന്റെ ഈ മരുന്നടിച്ച കഥയൊക്കെ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അല്ലെങ്കിലും കുറച്ചു കാലല്ലേ ഉള്ളൂ, ഇപ്പൊ തന്നെ എങ്ങനെയാണല്ലോ. നീ ചെല്ല് വണ്ടി വിടാൻ നോക്ക്. അവളെ കൊണ്ട് ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോ എന്റെ മോൾ അവിടെ ഉണ്ടാവില്ല. അവൾ എന്റെ മോളാണെങ്കിൽ അവൾ എന്റെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്താടി അപ്പുറത്ത് കണ്ടൊരു സാധനം, നീ ഇവിടെ കിടന്ന് ഈ ഷോ നടത്തുമ്പോ നീ അതറിഞ്ഞില്ലേ? ഇപ്പൊ അറിയാവുന്ന ആൾക്കാരൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്തിട്ടുണ്ട്. പേടിക്കണ്ട. നിന്നെ കുറിച്ചേ ഞാൻ അന്വേഷിച്ചിരുന്നു. നിന്റെ നാട്ടില് എന്റെ മോള് തന്ന അഡ്രസ്സില് അന്വേഷിച്ചപ്പോ ഏകദേശം 3-4 വർഷമായി നീ സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. കുഴപ്പമില്ല, ഒരു 5-6 മാസം കൂടി ഉണ്ടാവും നീ. അത് കഴിഞ്ഞാലേ പെട്ടെന്ന് തീർന്നോളും. അതിന്റെയൊക്കെ നിന്റെ മുഖത്ത് കാണുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. നിന്നെ പോലെ ഈ വക സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാ. സ്വന്തം കുടുംബവും അമ്മയും എല്ലാരും ഉണ്ട്. അമ്മയെ മറന്ന് കളിക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങളെല്ലാവരും. പലതും കേൾക്കുന്നുണ്ടല്ലോ ന്യൂസിലൂടെയും ചാനലിലൂടെയും വാർത്തയിലൂടെയും ഒക്കെ. പാലില് പലതും കലക്കി കൊടുത്തിട്ട് സ്വന്തം തള്ളൊക്കെ തന്നെ കുഞ്ഞിനുണ്ടാക്കിയ കാലാത്. അത് ഞാൻ മറന്നിട്ടില്ല. ഈ അടുത്തല്ലടാ ഒരുത്തൻ ഇത്ര എണ്ണത്തിന് നിർത്തത്. അതും ഇതുപോലൊക്കെ തന്നെ അല്ലേ? അല്ലേ? കുഴപ്പമില്ല. നീയൊക്കെ പെട്ടെന്ന് തീരണം. നിന്നെ പോലുള്ള സമൂഹം പെട്ടെന്ന് തീരണ നല്ലത്. ഞങ്ങളുടെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെങ്കിലും ഒന്ന് നന്നായി വളരാൻ. ഞങ്ങള് സുന്ദരമായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ എന്തൊരു സമാധാനം ഉണ്ടായിരുന്നു അറിയോ, സന്തോഷം ഉണ്ടായിരുന്നു അറിയോ. ഇപ്പൊ അത് ഇത് നീ എന്തൊക്കെയാണോ നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്? ആയിക്കോട്ടെ, ആരോടും പറയരുത്. ആരോടും പറയില്ല. ആരോടും പറയരുത്. നീ ചെല്ല്. നീ നല്ലപോലെ നടന്നാ നിനക്ക് നീ എന്റെ മകളുടെ പിന്നാലെ വരണ്ട. മനസ്സിലാവുന്നുണ്ടോ? നീ എന്റെ മോളുടെ പിന്നാലെ വരണ്ട. നീ എന്റെ മോളെ മയക്കുമരുന്ന് കൊടുത്ത് ഈ ഒരു ചതിയിൽ പെടുത്തി. അതിൽ ഞാൻ എന്റെ മോളെ രക്ഷപ്പെടുത്തി. ഇനി നീ ഇതുപോലെ ഒരു പെണ്ണിനെയും വീഴ്ത്തണ്ട. നീ എന്നല്ല ഒരുത്തനും. അത്രക്കും ഇഷ്ടമായിട്ടാണ്. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അവളെ എനിക്ക് കിട്ടിച്ച അമ്മ. നീ പറഞ്ഞ നോക്ക്. ഇതാരോടും പറയില്ല. ഇല്ല, ആരോടും പറയുന്നില്ല. നീ നന്നായി ജീവിച്ചോ. അതാവും നീയും നിന്റെ ഇതുപോലെ ചെയ്യുന്ന തലമുറയ്ക്ക് നല്ലത്. എടാ, പെട്ടെന്ന് എന്തിനാടാ എരിഞ്ഞു തീരുന്നത്? നിനക്കൂല്ലേ ഒരു തള്ള? എന്റെ പ്രായമുള്ള ഒരു തള്ള നിനക്കൂല്ലേ? അവരെങ്ങനെയാടാ നിന്നെ നോക്കിയിട്ടുണ്ടാവുക? കണ്ണ് വളരുന്നു, കാല് വളരുന്നു, മുടി വളരുന്നു എന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ അമ്മമാര് മക്കളെ നോക്കാറ്. അല്ലാണ്ട് ഇങ്ങനെ അല്പായുസില് മയക്കുമരുന്നിന് തീർക്കാനല്ലടാ ഞങ്ങൾ മക്കളെ നോക്കുന്നത്. പോയിട്ട് വല്ല അഡിഷൻ സെന്ററിലും പോയിട്ട് രക്ഷപ്പെടാൻ നോക്ക്. എന്നിട്ട് നന്നായിട്ട് സ്വന്തം കുടുംബത്തെ നോക്കാൻ നോക്ക്. ഇങ്ങനെ ജീവിച്ചാലൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. പോ ബ്രോ. സോറി മസാനെ, സോറി. ചെല്ല്. അറിയാതെ പറ്റിപ്പോയത്. സോറി ബ്രോ. മോളെ സോറി മോളെ. അമ്മ പോട്ടെ. ഇതാരോടും പറയരുത് ട്ടാ. ബ്രോ പോട്ടെ. അമ്മ പോട്ടെ. പോലീസിനെ ഇൻഫോം ചെയ്തിട്ടില്ലേ?